Hello guys, welcome to Vanadi. Hello guys, welcome back to our YouTube channel. Hi buddy. Hi. Hi. അമ്മയില്ലേ ഇവിടെ അനിയനാണ് ഇവന് കേട്ടോ. എൻ്റെ പേരെന്നാടാ? പേര് വരെ അന്തോണി. നിന്റെ പേരെന്നാ? ഇവന്റെ പേരാണ് അപ്പു. പിന്നെ എന്റെ പേരാണ് ഫ്രാൻസിയോ. എന്റെ പേരാണ് ചിന്നു. എല്ലാവരും അകത്ത് ഭയങ്കര തിരക്കാണ്. ഞാനിവിടെ പുറത്ത് വന്നിരുന്നു. ഇവിടെ നിന്ന് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് പിന്നെ അകത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നാളെയാണ് കല്യാണം. സോ ഇന്ന് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതാണ് സ്റ്റേജ്. പക്ഷേ ഇപ്പോൾ കാലിയാണ് കിടക്കുന്നത്. അത് ഡെക്കറേറ്റ് ചെയ്യാൻ ഷാമിയാനോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇടണം. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കും. ഇനി കുറച്ച് പേര് കൂടെ വരാനുണ്ട്. ഇനി അങ്ങനെ എനിക്ക് 5-6 ദിവസം പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയതായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ കപ്പയാണ് ഗൈസ്. നിങ്ങൾ പണി ചെയ്തോ? ഞാൻ ജസ്റ്റ് ഇങ്ങനെ റാൻഡമായിട്ട് എടുക്കുന്നത്. ഇത് കപ്പ. ഇതാണ് കപ്പ എന്ന് പറയുന്ന സാധനം. ഈ കപ്പയാണ് ഇതിന്റെ തൊണ്ട പൊഴിച്ചെടുത്തിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കുന്ന ആദ്യത്തെ വിഭവം. ഇവനെ എല്ലിലിട്ട് പുഴുങ്ങി കഴിഞ്ഞാല് പക്ഷെ എല്ല് കിട്ടാനില്ല. എല്ലിവിടെ ഉണ്ടാക്കാൻ എല്ലിവിടെ കിട്ടാനില്ലേ? ഇവിടെ കിട്ടാനില്ല, ഉണ്ടാക്കുന്നില്ല. അതെ, നിർത്തി. ഇത് മീൻകറി കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്നത്. പണ്ടുകാലം തൊട്ട് പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാർ കൊണ്ടുവന്ന സാധനമാണ് ഇത്. ഇവിടെയൊക്കെ പട്ടിണി കണ്ടുകൊണ്ട് നമുക്ക് തിന്നാൻ വേണ്ടി കൊണ്ടുവന്ന മണ്ണി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ തിന്നാൻ പറ്റും. പട്ടിണിയൊക്കെ മാറും. തപ്പിയൊക്കെ തപ്പി നോക്കിയാൽ മതി. എന്നാലും ഇത് കാണാം. മണ്ണിനകത്ത് ഓല കുത്തിയിട്ട് 6 മാസം കഴിയുമ്പോൾ പോയി തപ്പി നോക്കി കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇത് മലയാളമാണ് പറയുന്നത്. മലയാളത്തിലെ കപ്പയെന്ന് നമ്മുടെ ഇത്ര തേങ്ങ പൊട്ടിച്ചു ഗൈസ്. ഇനി ഈ പാത്രം ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. എനിക്ക് തടി വെള്ളം കണ്ടോ ഗൈസ്. വെള്ളം തരുന്നില്ല, തേങ്ങ വെള്ളം എനിക്ക് തരുന്നില്ല ഇവര്. കൈയിട്ട് വൃത്തിയാക്കല്ലേ, നിനക്ക് തന്നെ കുടിക്കാനുള്ള കണ്ടോ. അന്തോണിയുടെ തല തൊട്ട് അന്തോണി നിക്ക് തലടി അരിച്ചോ അരിക്കില്ലേ വേണേ. നീ പിടിച്ചോണ്ടടി. നമുക്ക് ഇങ്ങനെ വയ്ക്കാന്ന്. അതെടുക്കും. കല്യാണ പെണ്ണാണ്. ചേച്ചി മേക്കപ്പ് ചെയ്യും. വേറെ
ഇവിടെ അതിന്റെ ഇടയ്ക്ക് വീഡിയോ തുടങ്ങിയപ്പോ ദൈവമേ ഈ മാഗിയുടെ ഒരു കാര്യം ഞങ്ങളുടെ കല്യാണത്തിന് കാണാൻ പറ്റില്ല. ഗൈസ് കപ്പയും മീൻ കറി കേട്ടോ. ഇവിടെ തൂർത്തങ്ങ് ഒരു തൂർത്തങ്ങ് പൊക്കോ. ഹലോ ഗൈസ്, ഗൈസ് ഇപ്പോൾ ഹെലന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും കപ്പയും പിന്നെ മീൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. കുറച്ച് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റേജിന് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. കുറച്ച് ബ്ലാങ്ക് ആണ് ഉള്ളത്. ഇവിടെ നമ്മളെ കുറച്ച് ചെട്ടമ്പികളുണ്ട്. ഇവിടെ ഒരു വേറെ ചെട്ടമ്പില്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട് ഭക്ഷണം? സൂപ്പർ അല്ലേ? ഭക്ഷണം എങ്ങനെയുണ്ട്? How is the food? അജി എങ്ങനെയുണ്ട്? നിരാശ. ഹലോ ഗൈസ്, എല്ലിങ്കപ്പം പ്രദേശം എന്ന സ്റ്റോപ്പിന് ഞങ്ങൾക്ക് നിരാശയിലാണ്. വീഡിയോ എടുക്കണോ? സീരിയസ് ആയിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഗൈസ് പാപ്പൻ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ ആരില്ല, എല്ലാവരും ദൂരെ ദൂരെ ഇരിക്കുന്നു. നോക്കൂ ഗൈസ്, പാപ്പൻ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് ലാസ്റ്റ് വന്നിരുന്നു. ആന്റി എന്തി എവിടെ എവിടെയും കാണുമല്ലേ? ഇവിടെ കുറച്ച് പേരിരിക്കുന്നു. ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാം. സോ സ്റ്റേജിൽ മാതാവിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആൾക്കാർ ഇവിടെ ഒക്കെ ഇരിക്കണം. ആൾക്കാർ ഇങ്ങനെ ഓരോ ആളായിട്ട് ഇരിക്കുന്നു. പ്രാർത്ഥന ഞങ്ങൾ കപ്പ മുമ്പേ കഴിച്ച്, കപ്പ മീനായിരുന്നു കഴിച്ചിട്ട്. വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ അതുവരെയും അതിനുശേഷവും എല്ലാം എന്തെങ്കിലും ഇതുണ്ടോ? കഴിഞ്ഞു. ഇവിടെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നു. പ്ലാനിങ് ഒക്കെ തുടങ്ങി. ഇവിടെ ഉണ്ട് ആൾക്കാർ. ഗൈസ് ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
ഗൈസ് അടിച്ചു പറയാൻ പാടുന്നത് ഇതിൽ നന്നായിട്ട് ഞാനാടും. ഇപ്പോ രാവിലെ 1 മണി ആയിട്ടുണ്ട്. എല്ലാവരും ഓൾമോസ്റ്റ് ഉറങ്ങി കേട്ടോ. കുറച്ച് പേര് ഇവിടെ ഉണ്ട്. സ്റ്റേജിൻ്റെ ഡെക്കറേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കാണിച്ചു ഈ ഒരു ഇതിലാണ് സിമ്പിളായി ജ്യൂസ് ഉണ്ട്. അവളുടെ പേരിൽ അങ്ങനെ ഒരു എഴുത്തുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ എഴുത്തുണ്ട് കുറച്ചുകൂടെ. അതൊന്നും അത് വേറെ എന്തെങ്കിലും അവർ കാണിച്ചുള്ളായിരുന്നു. അവിടെ കുറച്ചും കൂടെ പൂവൊക്കെ ഇതാക്കുന്നുണ്ട്. പിന്നെ അതെ എല്ലാവരും അവിടെ എന്നെ നോക്കി ഇരിക്കുന്നു. ഞാൻ എൻ്റെ വർത്തമാനം പറയുന്നു. ഗൈസ് ഞാൻ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലാണ് ഗൈസ്. എല്ലാവരും അതെ എല്ലാവരും മടുത്തു. എല്ലാവരും ഉറക്കക്ഷീണമാണ്. ഞാൻ എവിടെ ഇരിക്കുന്നെന്നറിയോ? അവിടെ ഒരു ഹ്യൂജ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ വാസൊക്കെ ആക്കി. ഈ കൊച്ചു ഉറങ്ങിയിട്ടില്ല ഗൈസ് ഇന്ന്. ചിന്നു ചിന്നു ഉറക്കം വരുന്നില്ല ചിന്നുന്? എപ്പോ ഉറങ്ങും ചിന്നു? ആ ചിന്നു എന്നാ വരച്ച് കാണിച്ചു ചേച്ചിക്ക്? അതെ ഈ പാതിരാത്രിക്ക് അവള് വരച്ചൊരു ഡ്രോയിങ് കണ്ടോ? ഇതെന്നെ ഇത് വീടാ? ആ സൂപ്പർ കേട്ടോ. ഇതാരാ വരച്ച് ചിന്നു? ഞാൻ. ഓക്കെ ഗുഡ് ഗേൾ. ഗൈസ് നല്ല ഭംഗിയില്ലേ ഇത്? നല്ല ഉണ്ടല്ലേ? എന്താണ് ഇങ്ങനെ ജാഗരണയിലിരിക്കണല്ലേ? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യേ. ഇവർ ഇനി പണി തീർന്നിട്ടില്ല. ഇവിടെ എന്ത് എടുക്കാനാണ്? ഫ്ലവേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഇവിടെ. കുറേ പ്രാവശ്യം ചായ കുടിച്ച് എന്നെ വിളിക്കുന്നു. ഞാൻ പോണോ? നല്ല തണുപ്പുണ്ട് ഇവിടെ. എൻട്രൻസിൻ്റെ അവിടെ പോലും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ കാണിക്കാം കേട്ടോ. ഷാമിയനെ കണ്ടോ? ബ്യൂട്ടിഫുൾ.